അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. രാവിലെ വെറുതെ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ ഞാൻ ഇറങ്ങും. അതിപ്പോൾ എൻ്റെ ഒരു ശീലമാണ് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ. ഇപ്പോൾ ഈ കണ്ടത് പാഷൻ ഫ്രൂട്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പം 2 പേര വഴി അത് നിറച്ച് കയറിയിട്ടുണ്ട്, പക്ഷേ കായ്ച്ചിട്ടില്ല. പിന്നെ ആ പടുതായിട്ട് മൂടിയിട്ടിരിക്കുന്നത് ഒരു കട്ടിലാണ്. ആ കട്ടിലിപ്പം ചതൽ പിടിച്ചൊക്കെ കുറച്ച് പോകാറായിട്ടിരിക്കുക. അപ്പോൾ മൂടിയിട്ടിട്ടുണ്ട്, അതെന്തെങ്കിലും ചെയ്യണം. പിന്നെന്താ, മുറ്റത്ത് രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കൂട്ടത്തേയും പെരുകി കളയും. അപ്പുറത്തെ വീട്ടിൽ അവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ നിന്ന് കുറച്ച് പ്ലാവല വീഴും, നമുക്ക് കുഴപ്പമില്ല. പ്ലാവല ഇടയ്ക്ക് നമുക്ക് പ്ലാവലയൊക്കെ കാണാൻ കിട്ടുന്നതിന് ഒരു ഭാഗ്യം. പിന്നെന്നാ, ഞാൻ അതും കഴിഞ്ഞിട്ട് പിന്നെ ഈ തുളസി, ഇടയ്ക്ക് ഞാൻ ആ തുളസിയുടെ അടുത്ത് ചെല്ലും. എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു തുളസി തറയൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞൊരു ആഗ്രഹമായിരുന്നു. തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് തന്നെ കിളുത്തുകൊണ്ട് നല്ലതായിട്ട് അതിൻ്റെ ഇല പിടിക്കും. നമ്മൾ നട്ടാൽ അത്രയും പിടിക്കില്ല. പിന്നെന്താ, 10 മണിച്ചെടിയിൽ ഈ സമയത്ത് പൂവുണ്ടാവുന്നൊരു സമയം അത്. പിന്നെ വഴുതനയിൽ ഞാൻ പുറകിൽ നിന്ന് കൊണ്ട് വെച്ചത്, അതിൽ ഇലയൊക്കെ പിടിച്ചിട്ടുണ്ട്, വേര് പിടിച്ചു. പുറകിൽ വെച്ചിട്ട് അത് ശരിയാകുന്നില്ലായിരുന്നു. പിന്നെ 2-3 തെങ്ങുണ്ട് മുറ്റത്ത്. അതിൽ ഞാൻ എപ്പോഴും പേടിച്ചിട്ടുണ്ട്, ഈ തെങ്ങ് വലുതായി കഴിയുമ്പോൾ പെരയുടെ മണ്ടേ വീഴുമോ കാറ്റ് വരുമ്പോൾ. നമ്മൾ പേടിച്ചു പോകില്ല ഈ കാറ്റ് വരുമ്പോഴേ, അങ്ങനെ ആവുമല്ലോ എന്നോർത്ത്. പക്ഷേ ഈയിടെയാണ് ചേട്ടൻ പറഞ്ഞത്, എൻ്റെ ഹസ് പറഞ്ഞത്, അത് ബ്ലോക്ക് തെങ്ങാണ്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷവും തെങ്ങിനോടൊരു പ്രത്യേക സ്നേഹവും തോന്നി. പിന്നെന്താ, ഞാൻ അതും കഴിഞ്ഞ് ഈ തുളസി ഇടയ്ക്ക് ആ വെയിലൊക്കെ രാവിലെ ഇങ്ങനെ അടിച്ച് ആ തുളസി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. പിന്നെ അകത്തോട്ട് കയറിയേക്കും നമ്മുടെ കൃഷ്ണൻ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് കൃഷ്ണനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കണ്ടേ, അതുകൊണ്ട് ഹിന്ദിയിലെ വെള്ളം എടുത്ത് കളയുന്നതാണ്. എല്ലാവരെ പോലെ ഞാനും ആയി മാറി ഇപ്പോൾ, അല്ലേ?